ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആനുകാലിക വിവരങ്ങളാണ്. എന്തൊക്കെ ആനുകാലിക വിവരങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ടോ അത് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുടുംബശ്രീയെ കുറിച്ചിട്ട് ഒരു കറണ്ട് അഫെയറിൽ നിങ്ങൾ ഇനി വേറെ ഒന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് അത് ഫുള്ള് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കാക്കി മാറ്റണം. പഠിച്ചിട്ട് അതിനെ മാർക്കാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ കഴിവാണ് കേട്ടോ. അപ്പോൾ കുടുംബശ്രീ നമുക്കറിയാം, സാധാരണ ഒരു നോർമൽ ലെവൽ ജനറൽ നോളജ് വിഭാഗത്തിൽ നമുക്ക് ഒരു മാർക്ക് എപ്പോഴും കുടുംബശ്രീന്ന് വരാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ കുടുംബശ്രീയുടെ പദ്ധതികൾ ഏതൊക്കെയാണ്, അങ്ങനെ പുതിയതായിട്ട് വന്നിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്, കുടുംബശ്രീ നടപ്പിലാക്കുന്നത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാതും ഒരു പോയിന്റും വിട്ടിട്ടില്ല കേട്ടോ. അത് മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ട് ഇതൊരു മാർക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേടണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? കുടുംബശ്രീയിലെ ആനുകാലിക വിവരങ്ങളിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളത് നമുക്ക് ആദ്യം നമ്മൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കാം അല്ലേ? നമുക്ക് കുടുംബശ്രീ എപ്പോഴാണ് നിലവിൽ വന്നത്? 1998. എത്ര പ്രാവശ്യം PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? 1998 മെയ് മാസം 17-ാം തീയതിയാണ്. PQ ആണ്, ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ല കേട്ടോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 1998 മെയ് 17-നാണ് കുടുംബശ്രീ നിലവിൽ വന്നത് അല്ലേ? ആരാണ് ഉദ്ഘാടനം ചെയ്തത്? AB വാജ്പേയി അല്ലേ? കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? AB വാജ്പേയി ആണ്. പിന്നെയോ 2023 അല്ലേ? 2023 രജത ജൂബിലി ആഘോഷിച്ചു. 2023 പറയുമ്പോൾ രജത ജൂബിലി പറയുമ്പോൾ എത്രയാണ്? രജത ജൂബിലി 25 വർഷം 2023 ആയി അല്ലേ? 25 വർഷമായി. 1998 പറയുമ്പോൾ ഇതിൽ രണ്ടിലുണ്ടല്ലോ അല്ലേ? പിന്നെ 2023 രണ്ടും 25 വർഷം. രജത ജൂബിലി എന്ന് പറയുന്നത് 25 വർഷമാണ്. 2023 രജത ജൂബിലി ആരാഘോഷിച്ചത്? കുടുംബശ്രീ ആഘോഷിച്ചത്. മെയ് 17, ഈ മെയ് 17 കുടുംബശ്രീ ദിനം എന്ന് പറയുന്നത് കേട്ടോ. മെയ് 17 എന്ത് ദിനമാണ്? കുടുംബശ്രീ ദിനം. ഈ 3 ക്വസ്റ്റ്യൻ പഠിച്ചോ? ഈ 3 ഓക്കെ ആയോ? 1998 മെയ് 17 കുടുംബശ്രീ നിലവിൽ വന്നു. അതിന്റെ രജത ജൂബിലി ആഘോഷം, അതായത് 25 വർഷം തികഞ്ഞത് 2023 രജത ജൂബിലി നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു, ആഘോഷമാക്കി മാറ്റി. ആ മെയ് 17 നിലവിൽ വന്നു അല്ലെ? മെയ് 17 കുടുംബശ്രീ ദിനം എന്ന് പറയുന്നത്. ഇനി ഇപ്പോ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരെ എന്ന് ചോദിച്ചാൽ ജാഫർ മാലിക് ആണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ജാഫർ മാലിക്. അങ്ങനെ നമ്മൾ പറഞ്ഞു രജത ജൂബിലി ആഘോഷിച്ചു, 25-ാം വാർഷികം ആഘോഷത്തിന്റെ ഭാഗമായിട്ടൊന്നും അല്ലേ? അങ്ങനെ അതിന്റെ ആ 25-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കുടുംബശ്രീ മിഷനും അതുപോലെ ഈ അയൽക്കൂട്ട സംഗമങ്ങളും ഒക്കെ കൂടി നടപ്പിലാക്കിയിട്ടുള്ള പരിപാടിയാണ് ഇത് ചുവട് എന്ന് പറയുന്നത്. ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. 25-ാം വാർഷികം കുടുംബശ്രീയുടെ 25-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അയൽക്കൂട്ട സംഗമമാണ് ചുവട്. ചുവട് പഠിച്ചോ? ഇനി നമ്മുടെ കുടുംബശ്രീ വിജയകരമായിട്ട് 25 വർഷം നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കിയിട്ടില്ലേ? നല്ല രീതിയിൽ നിന്നപ്പോൾ ഒരുപാട് പേരുടെ ജീവിത നിലവാരം തന്നെ ഉയർത്തിയത് അതിലൊരു പങ്ക് ആർക്ക് തന്നെയാണ്? കുടുംബശ്രീക്ക് തന്നെയാണ്. പല തൊഴിലവസരങ്ങൾ അതിൽ തന്നെ അവർ കണ്ടെത്തുകയും അല്ലേ? സ്വയം തൊഴിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുടുംബശ്രീ വിഭാഗം വഴിയിട്ട് നടന്നു പോയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു വിജയം തന്നെയാണ് അല്ലെ? 25 വർഷത്തിനിടയ്ക്ക് കുടുംബശ്രീ എന്ന് പറയുന്നത് നല്ലൊരു വിജയം തന്നെയാണ്. അങ്ങനെ ഈ കുടുംബശ്രീയുടെ വിജയകരമായ 25 വർഷം അല്ലെ അതിന്റെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചരിത്ര രചനയുടെ ഉത്സവമായ ഏതിന്റെയാണ്? ചരിത്ര രചന കേട്ടോ. ചരിത്ര രചനയുടെ ഉത്സവമായ രചന. അപ്പോ ചോദ്യം വരും, കുടുംബശ്രീയുടെ 25-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ചരിത്ര രചനയുടെ ഉത്സവമായ ഏത് ഉത്സവം? രചന. നോക്കിക്കേ, ചരിത്രം കണ്ടോ, അതിൽ തന്നെ അക്ഷരങ്ങളുണ്ട് കേട്ടോ. ചരിത്ര രചനയുടെ ഉത്സവമായ രചനയുടെ ലോഗോ ആര് അനാച്ഛാദനം ചെയ്തു? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്. നോക്കിക്കേ, എവിടെ എത്തി നോക്കിക്കേ, ഇന്ത്യൻ പ്രസിഡന്റ് അനാച്ഛാദനം ചെയ്തു. സ്ത്രീ ശാക്തീകരണ ദാരിദ്ര്യ നിർമാർജന മേഖലയിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ നാഴികക്കല്ലിനെ കുറിച്ചിട്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കുടുംബശ്രീയെ അഭിസംബോധന ചെയ്തു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ദാരിദ്ര്യ നിർമാർജനത്തിന്റെയും 25 അതുപോലെ സ്ത്രീ ശാക്തീകരണ മേഖലയിലും ഒക്കെ
എന്താണ് കുടുംബശ്രീ കൊണ്ടുവന്നിട്ടുള്ള പങ്ക് അല്ലേ. അങ്ങനെ ആ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ചരിത്ര ഉത്സവമായിട്ടുള്ള ചരിത്ര രചനയുടെ ഉത്സവമായിട്ടുള്ള രചന ഏതാണ് രചന ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തു. പഠിച്ചോ മനസ്സിലായോ? ഉറക്കം തൂങ്ങുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി കുടുംബശ്രീയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള പ്രകാശനം ചെയ്ത 2 പുസ്തകങ്ങളാണ് ഒന്ന് ചുവടും ഒന്ന് കുടുംബശ്രീ അറ്റ് 25. രജത ജൂബിലി ആണല്ലോ, അപ്പൊ 25 അല്ലേ കൊടുക്കേണ്ടത്, അറ്റ് 75. ഏതൊക്കെ പുസ്തകങ്ങളാണ് പുറത്തിറക്കിയത്? ഏതിന്റെ ഭാഗമായിട്ടാണ്? 25 വർഷം തികഞ്ഞ രജത ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കുടുംബശ്രീ പുറത്തിറക്കിയ പുസ്തകം ഏതൊക്കെയാണ്? ചുവട്, പിന്നെ കുടുംബശ്രീ അറ്റ് 25. ഇവിടെയും ഒരു ചുവട് വരുന്നുണ്ട്, അത് മനസ്സിലാക്കണം. 25ാം വാർഷികം ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ചുവട്, അതിന്റെ ഭാഗമായിട്ടുള്ള അറിയപ്പെടുന്നതാണ് ചുവട്. അവിടെ അതിന്റെ പേര് തന്നെ ഒരു പുസ്തകവും ഇറക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പുസ്തകം ഏതാണ്? കുടുംബശ്രീ അറ്റ് 25. ഇനി എന്താണ് കുടുംബശ്രീയുടെ മുദ്രഗീതം ഏതായിരുന്നു? ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം പുതിയൊരു പുലരി ഒരുക്കാം. ഇതൊക്കെ നാളെ വന്ന നല്ല നല്ല മാർക്കാക്കിയിട്ട് മാറ്റണേ. എക്സാം ഹാളില് കുടുംബശ്രീയുടെ മുദ്രഗീതം എന്ന് പറഞ്ഞ താഴെ 4 ഓപ്ഷൻ തരുമ്പോ എന്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും മാർക്ക് നഷ്ടപ്പെടുത്തരുതേ. നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടേ ഞാൻ തരുകയുള്ളൂ. നിങ്ങളത് മാർക്കാക്കി മാറ്റണം കേട്ടോ. സന്തോഷത്തോടെ ആ ബബിള് ചെയ്യുന്ന ഒരു സന്തോഷം നോക്കിക്കേ. നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോ നല്ല രീതിയിൽ പഠിച്ച് റിവിഷൻ ചെയ്ത് സിലബസ് ഒക്കെ പഠിച്ച് റിവിഷൻ ഒക്കെ ചെയ്ത് നമ്മുടെ എക്സാം ഹാൾ ഒരു ടഫ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതും കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ആത്മാർത്ഥത അതിൻ്റെ ഉള്ളിൽ ആരും പുറത്ത് കാണില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കോരിത്തെരിപ്പുണ്ട് ഇല്ലേ, എന്ത് രസമായിരിക്കും. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം? പഠിച്ചു മാറ്റാം. നിങ്ങൾക്ക് കറണ്ട് അഫെയർ ഇങ്ങനെ ടോപ്പിക് ഇങ്ങനെ ഓരോരോ ടോപ്പിക്കായിട്ട് വേണോ? ഈ കുടുംബശ്രീ ഇപ്പൊ നമ്മൾ കുടുംബശ്രീയിലെ ആനുകാലിക വിവരങ്ങൾ പഠിച്ചു, ഇനി നമുക്ക് റിപ്പബ്ലിക് ഡേ, അങ്ങനെ എടുത്ത് പറയുന്ന ഓരോരോ ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. കമന്റ് ചെയ്താൽ ഞാൻ ഇട്ട് തരാം. പഠിച്ചോ? കുടുംബശ്രീയുടെ മുദ്രഗീതം നോക്കിക്കേ, എന്താണ്? ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം പുതിയൊരു പുലരി ഒരുക്കാം. കണ്ടോ, ഇതാണ് കുടുംബശ്രീയുടെ മുദ്രാവാക്യം. ഇത്രയും 8 ക്വസ്റ്റ്യൻ പഠിച്ചോ? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് പോസ് ചെയ്തേ, വീഡിയോ ഒന്ന് പോസ് ചെയ്തേ, എന്നിട്ട് ഈ 8 ക്വസ്റ്റ്യൻ ഒന്ന് റിവൈസ് ചെയ്തേ, ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്തേ. എങ്ങനെ റിവൈസ് ചെയ്യും? ഞാൻ പോസ്റ്റ് ചെയ്തു എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യണേ. പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പോസ് ചെയ്യണ്ട കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കണ്ടേ? പോസ് ചെയ്താൽ പറയുന്നത് കേൾക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് ആദ്യം പറഞ്ഞു നോക്കി കേട്ടോ. നിങ്ങൾ ആദ്യം പറഞ്ഞു നോക്കണേ. പോസ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കണം. എങ്ങനെ പറയും? പോസ് ചെയ്തിട്ട് പഠിക്കണം. എങ്ങനെ പഠിക്കണം? കണ്ണടയ്ക്കണം, കണ്ണ് തുറന്ന് സ്ക്രീനിലേക്ക് നോക്കരുത്. 8 ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ പഠിച്ചു എന്ന് സ്വയം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബ്രെയിനെ തന്നെ ഉണർത്തിക്കേ. 1998 ഞാൻ ഇവിടെ കണ്ണടച്ചു കേട്ടോ. ഞാൻ ഇനി സ്ക്രീനിൽ നോക്കുന്നില്ല, ഞാൻ സത്യമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ കണ്ണടച്ചിട്ടാണ് പറയുന്നത്. എനിക്കും പഠിക്കണ്ടല്ലേ? അപ്പോൾ ഞാൻ കണ്ണടച്ചു കേട്ടോ. സ്ക്രീനിലേക്ക് നോക്കുന്നില്ല, ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് പഠിക്കാറ്. 1998 മെയ് 17 കുടുംബശ്രീ നിലവിൽ വന്നു. മെയ് 17 അതുകൊണ്ട് കുടുംബശ്രീ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. 2023 25 വർഷം തികഞ്ഞതിന്റെ രജത ജൂബിലി, അത് എപ്പോൾ എടുത്തു പറയണം കേട്ടോ. രജത ജൂബിലി ആഘോഷിച്ചു. രജത ജൂബിലിയുടെ ഭാഗമായി നടന്ന അതിനെ അറിയപ്പെടുന്നത് ചുവട് എന്നാണ്. കുടുംബശ്രീയുടെ 2 പുസ്തകങ്ങളാണ് ചുവട്, കുടുംബശ്രീ അറ്റ് 25. അതും അങ്ങനെ പഠിച്ചു പറ്റില്ലോ. ഇപ്പോ ആരാണ് കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ? ആരാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ? ജാഫർ മാലിക് അല്ലെ? ജാഫർ മാലിക്. ആരാണ്? ജാഫർ മാലിക്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു കുടുംബശ്രീയുടെ രജത ജൂബിലിയുടെ ആഘോഷമായിട്ട് ചരിത്ര രചനയുടെ ഭാഗമായിട്ടുള്ള ഈ ഉത്സവമായ രചനയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ രാഷ്ട്രപതി ഇവരെ എന്ത് ചെയ്തു? കുടുംബശ്രീയെ ഒരുപാട് കാര്യങ്ങൾ അനുമോദിച്ചു. പിന്നെ പുസ്തകങ്ങള് ചുവട്, കുടുംബശ്രീ അറ്റ് 25. കുടുംബശ്രീയുടെ മുദ്രാവാക്യം ഒരുമിച്ച് ഉയരാം പുതിയൊരു പുലരി ഒരുക്കാം. 8 ക്വസ്റ്റ്യൻ ഓക്കെ ആയോ? നമുക്ക് ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ.
ഇനി കൂട്ടുകാര് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് നമ്മുടെ കുടുംബശ്രീയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെ. മെയിനായിട്ട് സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി നിലവിൽ വന്ന പദ്ധതി എന്ന് PSC മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻസ് എന്നും ചോദിക്കാറുള്ളതാണ് അല്ലേ. എങ്കിൽ എന്തായിരിക്കും ലക്ഷ്യം എന്ന് പറയുന്നത്? ഇതിപ്പോ 2024 2025 നവംബർ 1 ഒരു കുടുംബം പോലും അതിദരിദ്ര കുടുംബമായി അവശേഷിക്കരുതെന്ന് എന്നാണ് ലക്ഷ്യം. എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടിട്ടാണ് കുടുംബശ്രീ തുടങ്ങിയത് അല്ലേ. അപ്പൊ എന്താണ് ലക്ഷ്യം? 2025 നവംബർ 1 ഒരു കുടുംബം പോലും അതിദരിദ്ര കുടുംബമായിട്ട് അവശേഷിക്കരുത് എന്നാണ് ലക്ഷ്യം. അങ്ങനെ എന്ത് വന്നു? സംസ്ഥാനത്ത് അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിൻ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉജ്ജീവനം. എന്താണ്? ഉജ്ജീവനം. പഠിക്കണം. എന്റെ കൂട്ടുകാർ ഒപ്പം പഠിച്ചു വരണേ. അതിദരിദ്രരെ സഹായിക്കാൻ വേണ്ടിയിട്ടില്ലേ, അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിൻ ഏത് എന്ന് ചോദിച്ചാൽ ഉജ്ജീവനം. എന്താണ്? ഉജ്ജീവനം. കുടുംബശ്രീയുടെ ഓൺലൈൻ ഡിജിറ്റൽ റേഡിയോ ഏതാണ്? റേഡിയോശ്രീ. ഓൺലൈൻ ഡിജിറ്റൽ റേഡിയോശ്രീ. ഇനി കുടുംബശ്രീ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനുള്ള പൊതു ഇടമായി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? എന്നിടം. കലാ സാംസ്കാരിക മേഖലയിലും അതുപോലെ സാമൂഹിക കലാ സാംസ്കാരിക ഉന്നമനത്തിനായിട്ടുള്ള പൊതു ഇടമായിട്ട് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ പുതിയ പദ്ധതി വരുന്നത് എന്താണ്? എന്നിടം. എന്താണ്? എന്നിടം. ഇനി കുടുംബശ്രീയുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയാണ് ഇത് ലഞ്ച് ബെല്ല്. എന്താണ്? ലഞ്ച്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ ലഞ്ച് കഴിക്കുക എന്ന് പറയില്ലേ. നമ്മൾ സ്കൂളിലാണെങ്കിൽ ലഞ്ച് കഴിക്കണമെങ്കിൽ ബെല്ലടിക്കണം. ബെല്ലടിക്കാതെ ടീച്ചറിന്റെ ക്ലാസ് നമുക്ക് ഓടാൻ പറ്റുമോ? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബെല്ലടിക്കാതെയാണ് ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഓടിയത് അല്ല അല്ലേ. അതൊരു കാലമാണ് അല്ലേ. എന്തൊരു രസമാണ് അല്ലേ. ആ പ്ലേറ്റും ഞാനൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ഞാൻ ചോറ് കൊണ്ടുപോകാറില്ല. നമ്മളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൊ എന്താണ്, ഇപ്പൊ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയാം. നമ്മുടെ ചെറുപ്പമൊക്കെ എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എത്രത്തോളം കഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം കഷ്ടപ്പെടുത്തിട്ട് നമ്മളൊക്കെ വന്നതാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നും എന്താ പറയാ പൊരുതിയിട്ട് ഇല്ലേ. നമ്മളിപ്പോ ഒരു PSC മേഖലയിലാണെങ്കിലും ഒരു ജോലി ഇല്ലാതെയുള്ള അവസ്ഥയും ഒക്കെ നമ്മൾ പൊരുതി നേടണമെങ്കിൽ നമ്മൾ എന്താണ് ചെറുപ്പകാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടങ്ങളും ഒക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നല്ല ലാവിഷായിട്ട് ജീവിച്ചു വന്നവരെങ്കിലും ആണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് PSC കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൊണ്ട് ഇട്ടെറിഞ്ഞു പോകും. കാരണം എന്താ പറയാ വിഷമം അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ. പക്ഷെ നമ്മളൊക്കെ എന്താണ്, നിങ്ങൾ എന്താന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് പറയണം. നമ്മൾക്ക് എത്രയോ കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എന്താണ്, 1 വർഷം 2 വർഷം പഠിച്ചിട്ടൊന്നും PSC കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്നും ഒന്നുമില്ല. നമ്മളെന്താണ് അതിനേക്കാൾ വലിയത് നമ്മൾ ഫേസ് ചെയ്തിട്ട് വന്നുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മൾ വിടില്ല എന്നല്ലേ. നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്ത് വന്നാലും പ്രകൃതിയിൽ നമ്മളിപ്പോ നിങ്ങൾ ഓരോരുത്തരും മതം വിശ്വസിക്കുന്നുണ്ട്, ഞാനൊരു മതം വിശ്വസിക്കുന്നുണ്ട്, ഓരോരുത്തർ ഓരോരോ മതമാണ്. പക്ഷെ പ്രകൃതിയിൽ ഒരു ശക്തിയുണ്ട്, സത്യാവസ്ഥയാണ്. പ്രകൃതിയിൽ ഒരു സത്യമുണ്ട്. എന്താ പറയാ, അപ്പൊ ഒരു കുട്ടി നടക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം വീണിട്ടാണ് ആ കുട്ടി നടക്കുന്നത് അല്ലേ. ആ കുട്ടി നടന്നിട്ട് ഒരിക്കൽ വീണു എന്ന് പറഞ്ഞിട്ട് പിന്നെ കുട്ടി എണിക്കാതെ ആ കുട്ടി നടക്കുവോ? ഇല്ല. അതുപോലെ തന്നെയാണ് പ്രകൃതിയിൽ ഒരു ശക്തി ഉണ്ടോ. ഇനി നിങ്ങൾ 3-4 വർഷമായിട്ട് പഠിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, വിടരുത് കേട്ടോ. എന്ത് വന്നാലും വിടരുത്. ലാസ്റ്റ് ഒരു കൈ ചൂണ്ടാൻ, ഒരു കൈ നമ്മുടെ ആ ഒരു ഹാൻഡിലേക്ക് ഇങ്ങനെ ഒരു കൈ ഒന്ന് ടച്ച് ചെയ്യാൻ ഒരു സാന്നിധ്യം വരുമോ, അത് വരും. അപ്പൊ അത് ആ മനസ്സിൽ കണ്ടിട്ട് പഠിക്കണം കേട്ടോ. ഒരിക്കലും ഒരു 2-3 വർഷമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പിന്നൊക്കെ മാറരുത്. പഠിക്കുക, ലക്ഷ്യം വെച്ചിട്ട് പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ അപ്പുറത്ത് പഠിക്കുന്നുണ്ട് ഇപ്പുറത്ത് പഠിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഞാനൊരു ബുക്ക് കൊടുത്ത് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ പഠിക്കാൻ പാടില്ല. നല്ല ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പഠിക്കുക. ലക്ഷ്യം എന്തായാലും മുന്നിലുണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പൊ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി, ആ ലഞ്ച് ബിൽ പറഞ്ഞപ്പോ ആ ഉച്ചക്കത്തെ ആ ക്ലാസ് റൂമിൽ പഴയ ആ ഒരു ഓർമ്മയിലേക്ക് പോയത്. അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഞാൻ സംസാരിച്ച സമയം കളഞ്ഞത്. ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയാണ് ഇത് ലഞ്ച് ബില്ല്. ഇനി നമ്മുടെ കുടുംബശ്രീ ഉണ്ടല്ലോ, സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടതാണ് ഏത്? ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ, KLIFT കേട്ടോ. ചോദ്യം വരും. KLIFTന്റെ ഫുൾ ഫോം എന്താന്ന് ചോദിച്ച് ഇപ്പൊ അറിയാലോ. ഈ അടുത്ത് നടന്ന എക്സാമുകളിലൊക്കെ ഇങ്ങനെ പദ്ധതി തന്നിട്ട് അതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്.
അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെച്ചോട്ടോ, നന്നായിട്ട് പഠിച്ചു വെച്ചോ. നമ്മുടെ കുടുംബശ്രീ 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കിയിട്ട്, എങ്ങനെയാണ് 3 ലക്ഷമാണ് കേട്ടോ, 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കിയിട്ട് സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടാണ് ഏത് പദ്ധതി കൊണ്ടുവന്നത്? കെ ലിഫ്റ്റ് എന്താണ്? കെ ലിഫ്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? ലിഫ്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? ലൈവ്ലി കണ്ടോ, എല്ല് നോക്കിക്കേ, ലൈവ്ലിഹുഡ്. ഐ എന്താണ്? ഇനീഷ്യേറ്റീവ്. എഫ് എന്താണ്? ഫോർ. ടി എന്താണ്? ട്രാൻസ്ഫർമേഷൻ. ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫർമേഷൻ. കെ ലിഫ്റ്റ്. നാളെ ചോദ്യം വന്നാൽ കെ ലിഫ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, കുടുംബശ്രീ 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഉപജീവന മാർഗം അല്ലേ, ഉപജീവനം ഒരുക്കിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫർമേഷൻ, കെ ലിഫ്റ്റ്. ഇനി ഈ കുടുംബശ്രീ അയൽക്കൂട്ട ശാക്തീകരണത്തിനായിട്ട് സംഘടിപ്പിച്ചു അല്ലെ, കുടുംബശ്രീകളും അതുപോലെ അയൽക്കൂട്ടങ്ങളും എല്ലാവരും കൂടി ഒന്ന് ചേർന്നിട്ട് നല്ലൊരു ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പരിപാടിയാണ് ഏത്? തിരികെ സ്കൂളിൽ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ, വലിയ വലിയ കുടുംബശ്രീ അംഗങ്ങളൊക്കെ തിരികെ സ്കൂൾ ഓരോ ദിവസം അല്ലെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തിരികെ സ്കൂളിൽ അല്ലെ ക്യാമ്പിന്റെ തുടർച്ചയായിട്ടാണ് പദ്ധതി അല്ലെ. എങ്ങനെയാണ്, എന്താണ് പദ്ധതി? തിരികെ സ്കൂളിൽ. അത് നല്ല രീതിയിൽ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടല്ലോ, ഒരു ഐതിഹാസിക മുന്നേറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കിയത്. കാരണം ഈ കേരളം മൊത്തം എല്ലാ കുടുംബശ്രീ അംഗങ്ങളും എന്ത് ചെയ്തു? ആ ഒരു ദിവസം സ്കൂൾ ജീവിതം അനുഭവിച്ചു വന്നു. അതുകൊണ്ട് അതൊരു ചരിത്രം ഇതായിട്ട് മാറിയിട്ടുണ്ട്. എന്താ ചരിത്രത്തിലെ ഒരു ഐതിഹാസികമായിട്ട് ഏത് മാറി? ഈ തിരികെ സ്കൂളിൽ എന്ന പരിപാടി മാറിയിട്ടുണ്ട് കേട്ടോ. കുറെ പേരൊക്കെ അതിനെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, എന്താ ഇപ്പൊ ഈ പ്രായത്തിലായിരിക്കും സ്കൂളിൽ പോണ്? അത് കുടുംബശ്രീ അംഗങ്ങളല്ല, പുറത്ത് ഇതിലില്ലാത്ത പേര് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം? ഇന്നിപ്പോ ആർക്കാണ് പ്രായമുണ്ടോ? ചെറുപ്രായക്കാർക്ക് ഇന്നത് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ, അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യം. നിങ്ങൾ എന്ത് ചെയ്യണം, അതിലെന്തിനാ മറ്റുള്ളവർ കൈ കടത്തണം? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നോക്കിക്കാ, നല്ലൊരു ചരിത്ര സംഭവമായി തന്നെ ഏത് മാറിയിട്ടുണ്ട്? തിരികെ സ്കൂളിൽ എന്നത് മാറിയിട്ടുണ്ട്. നോക്ക്, ഞാൻ ഈ കുടുംബശ്രീയുടെ ആനുകാലിക വിവരങ്ങൾ നമുക്കൊരു 6-7 മിനിറ്റ് ക്ലാസ് എടുക്കേണ്ടതുള്ളൂ. ഞാൻ എന്തെങ്കിലും കുറച്ച് വെറുതെ തന്നുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകോ? ഇപ്പൊ ഒരു ഈസി ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ പഠിക്കുമ്പോൾ അത് ഓർമ്മ കിട്ടുന്നില്ലേ? ഇടയ്ക്കൊന്ന് റിവിഷനും കൂടി ചെയ്ത ആനുകാലിക സംഭവത്തിൽ കുടുംബശ്രീയിൽ നിന്ന് വന്നുള്ളത് ഒരു മാർക്ക് കിട്ടും കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, തിരികെ സ്കൂളിൽ എന്നത്, അതായത് നമ്മുടെ കേരളത്തിലെ റിപ്പോർട്ട്, അതായത് മൊത്തം കണക്ക് പ്രകാരം എത്ര പേരാണെന്നറിയോ? ആ തിരികെ സ്കൂളിൽ എന്ന ആ പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണെന്നറിയോ? 38,70,794 പേരാണ് തിരികെ സ്കൂളിൽ എന്ന പരിപാടിയിൽ ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എന്ത് ചെയ്തത്? സ്കൂൾ ജീവിതം അനുഭവിച്ചു വന്നത്. എത്ര നോക്കിക്കേ നിങ്ങൾ, 39 ലക്ഷത്തിന്റെ അടുത്തെത്തിയില്ലേ? 38,70,794 പേരാണ് ആ തിരികെ സ്കൂളിൽ എന്ത് ചെയ്തത്? പങ്കെടുത്തത്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കെ ലിഫ്റ്റ് പദ്ധതിയിലെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, ഈ തിരികെ സ്കൂളിൽ എന്ന പരിപാടി ചിലപ്പോ നാളെ PSC ഇപ്പൊ കുറച്ചും കൂടി ഡീപ്പ് ആകുന്നുണ്ട് അല്ലേ? അത് അതായത് ഇപ്പോ ഏത് സമയത്താണ് ആ തിരികെ സ്കൂളിൽ എന്ന പദ്ധതി കൊണ്ടുവന്നത്? 2023 ഒക്ടോബർ 1 സ്റ്റാർട്ട് ചെയ്തു. 2023 ഒക്ടോബർ 1 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒക്ടോബർ കഴിഞ്ഞ് ഡിസംബർ 31 വരെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഡിസംബർ 31 വരെ കേട്ടോ. അതായത് കറക്റ്റ് ഒക്ടോബർ 1 ടു ഒക്ടോബർ ടു നവംബർ ടു ഡിസംബർ അല്ലേ? 2 മാസം. 2 മാസമായിട്ടാണ് ഈ തിരികെ സ്കൂളിൽ എന്ന പരിപാടി കൊണ്ടുവന്നത് കേട്ടോ. ഇനി ഇപ്പൊ നമ്മൾ കെ ലിഫ്റ്റ് പദ്ധതി പറഞ്ഞില്ലേ, എന്താണ്? നമ്മുടെ സ്ത്രീകൾക്കൊക്കെ മെച്ചപ്പെട്ട വരുമാനവും അതുപോലെ തൊഴിലും ഒക്കെ ലഭ്യമാക്കിയിട്ട് സാമ്പത്തിക സുസ്ഥിരതയിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ വേണ്ടിയിട്ടാണ് കെ ലിഫ്റ്റ് പദ്ധതി നടപ്പിലാക്കിയത്. അത് മറക്കരുത് കേട്ടോ. ഇനി അതിജീവിതകൾക്ക് അറിയാലോ, അതിജീവിത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? അതിജീവിതകൾക്ക് അഭയവും കരുത്തുമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് കേട്ടോ. കുടുംബശ്രീ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിജീവിതകൾക്ക് വേണ്ടിയിട്ട്. അതിജീവിത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിജീവിതകൾക്ക് അഭയവും കരുത്തുമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് ഏത്? സ്നേഹിത. ആരാണ്? എന്താണ്? സ്നേഹിത. മനസ്സിലാക്കണ്ടല്ലോ.
ഇനി ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കെ ഫോർ കെയർ. എന്താണ് കെ ഫോർ കെയർ? ഒക്കെ കെ എന്നാണ് അല്ലെ. കെ ഫോർ കെയർ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഫഷണൽ സേവനങ്ങൾ. ആർക്ക് വേണ്ടിയിട്ട്? ഒരു ജീവിത സന്ദർഭങ്ങളിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്കാണ്, വ്യക്തികൾക്കല്ല, കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഉൾപ്പെടെ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കെ ഫോർ കെയർ. ഇനി പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ, എന്താണ് പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുവാൻ ബാലസഭയിലെ കുട്ടികളെ സജ്ജരാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിശീലന പദ്ധതിയാണ് സജ്ജം. ഇനിയിപ്പോ ഒരു പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവന്നാലാണ് അവരൊക്കെ എന്ത് ചെയ്യുക? ഈ ഫോണിന് അഡിക്ഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പുറത്ത് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ എന്നുള്ളത്? പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ ബാലസഭയിലെ കുട്ടികളെ സജ്ജരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് സജ്ജം എന്ന് പറയുന്നത്. ഇനി ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന പൊതു ഇടങ്ങള്, അതുപോലെ ഒഴിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അവയൊക്കെ വീണ്ടെടുക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് പുനർജനി. ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതു ഇടങ്ങളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും വീണ്ടെടുക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? പുനർജനി. അപ്പൊ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്, അതിജീവിതകൾക്ക് വേണ്ടിയിട്ടുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന, അല്ലെ മറ്റൊരാളുടെ ആശ്രയം വേണ്ടി വരുന്ന സമയത്ത് ആ കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് കെ ഫോർ കെയർ. പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ ബാലസഭയിലെ കുട്ടികളെ സജ്ജരാക്കാനാണ് സജ്ജം. ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതു ഇടങ്ങളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും വീണ്ടെടുക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് പുനർജനി. അപ്പൊ കുടുംബശ്രീയുടെ എല്ലാ ആനുകാലിക വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചു മാറ്റുക, മാർക്കാക്കി മാറ്റുക. നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ ഇട്ടുണ്ട്. വീഡിയോസ് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ പ്ലേലിസ്റ്റ്, എനിക്ക് ഒന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ, അപ്പോൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നിട്ടൊക്കെ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിലേക്കൊന്നും എന്താ പറയുക ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രശ്നം വേണ്ടല്ലോ. പ്ലേലിസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ടെലിഗ്രാം ഗ്രൂപ്പിൽ എടുത്തു കഴിഞ്ഞാൽ മേലേക്കൊന്നും അങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ തന്നെ എല്ലാ വീഡിയോ ആ ടെലിഗ്രാമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് മാറ്റിയെടുക്കാമല്ലോ. പിന്നെ നമ്മൾ സിലബസ് ഒക്കെ വ്യക്തമായിട്ട് ഓർഡർ ആയിട്ട് തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒന്നിന് താഴെ ഒന്ന് തന്നെ അങ്ങനെയായിട്ട് കിടക്കുന്നുണ്ടാവും. സമയം കിട്ടാതെയാണ് കേട്ടോ. ഒന്നും വിചാരിക്കരുത്, മടി പിടിച്ചിട്ടിരിക്കല്ല. നമുക്ക് സമയമായില്ലോ, 15, എനിക്കിപ്പോൾ ജൂൺ പകുതി ആയില്ലേ, ജൂലൈ ആയി കഴിഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഗാദി ബോർഡൊക്കെ ഇല്ലേ, എക്സാം ഒക്കെ നിങ്ങൾക്കില്ലേ? ഗാദി ബോർഡ്, ഫാം വർക്കർ, പിന്നെ ഏതാണ് നമുക്ക് ലാബോറട്ടറി അറ്റൻഡർ, അല്ലെ ഡ്രഗ്സ് കൺട്രോൾ, അത് വരുന്നുണ്ട്. കുറെ എക്സാമുകളൊക്കെ വരുന്നില്ലേ? LDTക്ക് മുമ്പ് ഈ എക്സാമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ലക്ഷ്യം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് സമയപരിമിതിയാണ് കേട്ടോ, അതുകൊണ്ട് ക്ഷമിക്കണം. ദയവ് ചെയ്തിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് കൂട്ടുകാർ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് ഡെവലപ്പ് ആക്കണം കേട്ടോ, ഒന്ന് ഡെവലപ്പ് ആക്കണേ. നമുക്ക് ക്ലാസ്സിലൊക്കെ ഇത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം +2 ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് ഇടുന്നത്. പക്ഷെ നമുക്ക് നല്ല സപ്പോർട്ട് കുറവാണ്. അതിൽ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. നമുക്ക് ക്ലാസ് ഇടാൻ വരുമ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കും, എന്താണ് ക്ലാസ് ഇടുന്നത്, അത് നേരം കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. പിന്നെ നമ്മൾ ഇതിങ്ങനെ പഠിക്കും. ഇപ്പൊ എന്താണ് കുടുംബശ്രീ 2-3 പ്രാവശ്യം നമ്മൾ ഇത് വായിച്ചു പോയി കഴിഞ്ഞതാണ്. അപ്പൊ വീണ്ടും ഒന്ന് വായിച്ചപ്പോൾ നോക്കി ഇത്ര നല്ല ക്ലാസ് ആണ് കുടുംബശ്രീയുടെ, കൂട്ടുകാർക്കൊന്ന് അങ്ങനെ അതിന്റെ തന്നത് കൂട്ടുകാർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്തുതരാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.